പ്രധാനമായും ഞങ്ങൾ വന്നത് ഈ വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ വേണ്ടി സാധിച്ചതിനുള്ള നന്ദി, ആക്ഷൻ കൗൺസിലിനുള്ള നന്ദി, മലയാളി സമൂഹത്തിൻ്റെ നന്ദിയും അറിയിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഞങ്ങളുടെ പരിശ്രമങ്ങളുടെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ടുണ്ടായിരുന്നത്. പ്രതീക്ഷയൊക്കെ ഏകദേശം അസ്തമിച്ചൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ വലിയ രീതിയിൽ നമുക്ക് അതിന് സഹായകമായി. അതിനുള്ളൊരു നന്ദി, ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ഞങ്ങളിവിടെ വന്നത്. പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും, അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ എങ്ങനെ ഫലപ്രദമായി നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളത് കൂടി ആലോചിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. അതിനുള്ള എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഇന്നും അവിടെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് നല്ലൊരു വാർത്ത വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെ കരുതുകയാണ്. ഈ ദയാദനം സ്വീകരിക്കാൻ ഇപ്പോൾ അവർ തയ്യാറായിട്ടില്ല, അവരതിന് മാപ്പ് നൽകാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് തയ്യാറായാൽ ആ പണം സംഘടിപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ പണം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമാവില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം ഈ ലോകത്താകെയുള്ള മലയാളി സമൂഹം, ഇന്ത്യൻ സമൂഹമൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ ഇതിനു വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. നിരവധിയായ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെടുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, കാരണം അവിടെ ഒരു ചർച്ച നടക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമം, ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന വളരെ നെഗറ്റീവായ ചില കമൻറ്റുകളും വാർത്തകളൊക്കെ അപ്പോൾ തന്നെ അവരെ കുടുംബത്തിലും എത്തുന്നുണ്ട്. കാരണം അവിടെയൊക്കെയുള്ള യമനികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളം പഠിക്കുന്നുണ്ട്. അവരൊക്കെ, നമ്മളൊക്കെ ഇവിടെ അറിയുന്നതിന് മുൻപ് തന്നെ ആ വിവരങ്ങളൊക്കെ കുടുംബത്തിലും അവരുടെ ഗോത്രത്തിലും, അതാണ് പ്രധാനം. അവിടുത്തെ ചുറ്റുപാടുള്ള സമൂഹം വളരെ പ്രധാനമാണ്, സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനത കൂടിയാണ്. അപ്പോൾ അവിടെയൊക്കെ എത്തുന്നുണ്ട്. അപ്പം അത്തരം നെഗറ്റീവായ വാർത്തകൾ പലപ്പോഴും വലിയ വിപരീത ഫലമാണ് നമുക്കുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ഞങ്ങളെ മുന്നിൽ പറയുന്നുള്ള ഒരു പ്രയാസമുണ്ട്. പക്ഷേ എന്തായാലും പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എല്ലാ തലത്തിലും. ഇപ്പോൾ ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുള്ളതായാലും, അവിടെ നേരത്തെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഇതുവരെ നടന്നിട്ടുള്ള പ്രോസസ്സിൻ്റെ തുടർച്ചയായാലും ഒക്കെ അതൊരു ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് ഗുണപരമായൊരു എത്തിപ്പെടുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായം വേണം. അത് വളരെ പ്രധാനമാണ്. മാധ്യമങ്ങൾ ഇല്ല, തീർച്ചയായിട്ടും ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ്. അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചൊന്നുമില്ല. അത് ഇതിപ്പോൾ മാറ്റിവെച്ചതുപോലെ തന്നെ നടപ്പിലാക്കാനുമുള്ള സാഹചര്യം ഒരു പക്ഷേ പിന്നെ ഒരു വിപരീതമായ അന്തരീക്ഷത്തിലാണെങ്കിൽ ചിലപ്പോൾ അതും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് വരുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകണം. അതിനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് അവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ, അതിൻ്റെ തുടർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ കുടുംബവുമായിട്ട് വളരെ പോസിറ്റീവാണ്. നിരാശപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. നമ്മൾ നല്ല പ്രതീക്ഷയോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇവിടെ മർക്കസ് നിർവഹിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു പങ്കുണ്ട്. ആ പങ്കാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിൽ, അല്ലെങ്കിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ആ ഒരു മഹാസങ്കടം ഒഴിവാക്കിയെടുക്കുന്നതിൽ ഈ സ്ഥാപനവും ബഹുമാനപ്പെട്ട ഉസ്താദും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്കിന് നന്ദി അറിയിക്കാൻ ആക്ഷൻ കൗൺസിൽ ചുമതലപ്പെടുത്തിയതനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഉസ്താദിനെ കണ്ട് ഈ നന്ദി പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ, ഇപ്പം നേരത്തെ ചോദ്യം വന്നു, ഇവിടെയുള്ള മറ്റുള്ള ഒരു രാജ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വധശിക്ഷയാകുമ്പോൾ അതിനുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് അത്രയും ഒരു വൈകാരികമായിട്ടുള്ള വിഷയമാണിത്. ആ വൈകാരിക വിഷയത്തെ നമ്മൾ തന്മയത്വത്തോടുകൂടി നേരിടുകയും കുടുംബത്തിലേക്ക് ഈ ഒത്തുതീർപ്പിന് ആവശ്യമായിട്ടുള്ള നിലപാടിലേക്ക് അവരെ മനഃപരിവർത്തനം ചെയ്യിക്കുക എന്നുള്ള ദൗത്യമാണ് ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാർ. അവരത് നിർവഹിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ കണ്ണുകളും ഈ സ്ഥാപനത്തെയും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെയും പ്രവർത്തനങ്ങളെ നോക്കിയാണ് ഇപ്പം നിൽക്കുന്നത്.